ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ചാലഞ്ചിൻ്റെ 11th ഡേ ആണ്. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല കിടില്ല മഴ. പക്ഷെ നമ്മൾ തളരില്ല, എല്ലാം സെറ്റാക്കി നേരെ ജിമ്മിലേക്ക്. അങ്ങനെ ജിമ്മിലെത്തി വാമപ്പെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഇന്ന് തേഴ്സ്ഡേ ആണല്ലോ എന്ന്. മുൻപൊക്കെ തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ലീവാക്കി കളയും. എന്താണെന്ന് വെച്ചാൽ ക്രോസ്ഫിറ്റ് ഡേ ആണ്. അയ്യോ, എക്സസൈസ് ചെയ്ത് ചവാറാവും. പിന്നെയും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പം പിന്നെ കഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ, ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആപ്സ് വർക്കൗട്ടിൻ്റെ ടൈമായിരിക്കും. പിന്നെ അതായി. അങ്ങനെ ക്രോസ്ഫിറ്റ് കഴിയാറാവുമ്പോഴത്തേക്ക് നമ്മളുടെ ജീവൻ പോവാറാവും. ഇനി പറ്റില്ല ചാവാറായി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷൻ ആയിരിക്കും കാണിച്ചു തരിക. അങ്ങനെ ക്രോസ്ഫിറ്റ് കഴിഞ്ഞ് ഷാനവാസ്കിനോട് ബൈ പറഞ്ഞു, ഹംദമോളോട് ബൈ പറഞ്ഞു. ഞാൻ നേരെ താഴെ ഇറങ്ങി വന്നപ്പോൾ ദേ ഈ പൂച്ച എന്ത് സുഖമായിട്ട് ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ അതിനെ കുറച്ച് വെറുപ്പിച്ച് ഞാൻ നേരെ വീട്ടിലെത്തി എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചു. ഇന്ന് സോയാബീൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓട്സ് ഉണ്ടാക്കി. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ചിയാ സീഡ്സിൻ്റെ ഡ്രിങ്ക് എല്ലാം കുടിച്ചു. പിന്നെ ദേ നേരത്തെ കാണിച്ച സോയാബീൻ ഉണ്ടാക്കണ്ടേ, അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് സോയാബീനും ലാസ്റ്റ് ഇട്ട് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഓഫീസിലെത്തി ഓട്സ് എല്ലാം കുടിച്ചു. പിന്നെ ഒരു 12:30 ആയപ്പം ആപ്പിൾ സൈഡർ വിനീഗർ കുടിച്ചു. പിന്നെ ലഞ്ചെല്ലാം കഴിച്ചു. ഈവനിങ് ആയപ്പം കോഫി എഗ്ഗെല്ലാം കഴിച്ചു. പിന്നെ അതേ വൈകുന്നേരം പിന്നെ അനിയത്തി വന്നു. ഞങ്ങൾക്ക് SML പോകാനുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു പർച്ചേസിങ് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. പോകുന്ന വഴി ഇതേ സ്വീറ്റ് കോൺ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ബട്ടർ സോൾട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വാങ്ങിച്ച് കഥയൊക്കെ പറഞ്ഞു കഴിച്ചു. പിന്നെ നേരെ ബ്രദേഴ്സ് പോയി. ബീഡ്സ് വാങ്ങാനുണ്ടായിരുന്നു. എൻ്റെ വെഡ്ഡിങ് ബ്ലൗസ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പിന്നെ അതിൻ്റെ കുഞ്ഞു പർച്ചേസിങ്. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ ബ്രൈഡൽ ഫാൻസിലേക്ക് കയറി. അവരായിട്ട് നല്ല കൂട്ടാട്ടോ. ദേ അതിലൊരാളാണ് ഇത്. അങ്ങനെ ഫാൻസിലെത്തി. ഞാൻ എൻ്റെ കല്യാണക്കത്തൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് പർച്ചേസിങ് എല്ലാം ചെയ്തു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അയ്യോ, നല്ലോണം ക്ഷീണിച്ചിട്ടോ. പാവാശിക്ക് വിശന്നിരുന്നു തോന്നുന്നു. അവളിടയ്ക്ക് ദോശ തിന്നാലോ അത് തിന്നാലോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാനാ പറഞ്ഞത് നമുക്ക് ജ്യൂസ് ആക്കാം. അങ്ങനെ അവൾ ജ്യൂസ് കുടിച്ചു, ഞാൻ കഴിക്കും. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ് കേട്ടോ. അപ്പം ശരി, ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം.